എക്സാമിന്റെ ഡേറ്റ് തീരുമാനിച്ചോ മിസ്സേ? അറിയിക്കോട്ടോ. ഓക്കെ. എന്തായാലും ഓണം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ മിസ്. ആരാണ് ചോദിച്ചത്? എന്റെ പേര് ബിൻഷ. അഭിഷ. ഓക്കെ. ഇന്ന് ക്ലാസ് 1.5 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. അതായത് 12 മണി വരെ ടീച്ചർ കണ്ടിന്യൂസ് എടുക്കുകയാണ്. ഓക്കെ, 12 മണി വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഓക്കെ. കോണിലിറ്റി എന്താ ഇങ്ങനെ രക്തമൊക്കെ ആയിട്ട് പൂക്കളം കിട്ടാ നിങ്ങള്? ഇല്ല. ആ ഇട്ടടോ. ഒന്നുകൂടി പറയാണ്, 12 മണി വരെ ഇന്ന് ക്ലാസ് ഉള്ളു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂർ എടുക്കുകയാണ്. ഓക്കെ. Good morning to all. നമ്മളെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ ലേണിംഗ് തിയറീസ് ആണ് ഇന്ന് നോക്കുന്നത്. ലേണിംഗ് തിയറീസ് പ്രധാനമായിട്ടും നമുക്കിവിടെ 4 തിയറീസ് പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഇതെല്ലാം സൈക്കോളജിക്കൽ തിയറീസ് ആണ്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ തിയറീസ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ നമ്മൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, യെസ്.
അപ്പൊ ഈ സൈക്കോളജിക്കൽ തിയറീസില് രണ്ടെണ്ണം, ഒരുപാട് തിയറീസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് 3-4 പഠിക്കാനുണ്ട്. അതിൽ 2 തിയറീസും നിങ്ങൾക്കറിയാം, മിക്ക തിയറീസും ആദ്യം മനുഷ്യരിലല്ല നമ്മളിത് പഠനം നടത്തിയിരുന്നത്. മനുഷ്യരിലല്ല, ആരിലായിരുന്നു? മൃഗങ്ങളിലാണ് കേട്ടോ. മൃഗങ്ങളിലാണ് ഈ പഠനങ്ങൾ നടത്തിയത്. ഓക്കെ, അപ്പോ ഈ ലേണിംഗ് തിയറീസ് എല്ലാം എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് തിയറികളിലാണ് ഇത് വരുന്നത്. ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ യെസ്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, അല്ല, ഒരാളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തുടങ്ങിയുള്ള ലേണിംഗ് തിയറീസുകൾ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഈ ക്ലാസിക്കൽ എന്ന് പറയുന്നത്? ക്ലാസിക്കൽ അതായത് പെർട്ടിക്കുലർ ആയിട്ട് ആദ്യം വരുന്ന ഒരു ഏരിയ നമ്മൾ ക്ലാസിക്കൽ ടച്ച് എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റോറീസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്? പാരമ്പര്യമാണോ? അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയില് ആദ്യം വരുന്നത് എന്താണ്? ക്ലാസിക്കൽ സോങ്സ് മീൻസ് ശാസ്ത്രീയ സംഗീതങ്ങൾ എന്നല്ല, ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ടാകുന്നത് നമ്മൾ പറയാറുണ്ട്. മലയാളം ക്ലാസിക് സ്റ്റോറീസ് അല്ലെങ്കിൽ ക്ലാസിക് സ്റ്റോറീസ് എന്ന് ഉദ്ദേശിച്ച് പറയുന്നത് ഇതൊക്കെ ആദ്യമായിട്ട് രൂപപ്പെട്ടതാണ്, അല്ലെ? ആദ്യമായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ രൂപപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്? അപ്പൊ കണ്ടീഷനിങ് നമ്മൾ കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മുടി കണ്ടീഷൻ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. അത് മുടി കണ്ടീഷൻ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്, അല്ലെ? നമ്മൾ എന്താണ് മുടിനെ ഒന്ന് പരുവപ്പെടുത്താണ്, അല്ലെ? സ്ട്രെയിറ്റ് കേളി ആയിട്ടുള്ള മുടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ആയിട്ട് മാറ്റാണ്, അല്ലെ? അപ്പൊ മുടിനെ നമ്മളവിടെ പരുവപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ എന്താണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്? പരുവപ്പെടുത്തുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക, കണ്ടീഷൻ ആക്കിയെടുക്കുക, കാര്യം ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കിയെടുക്കുക. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുമ്പോൾ പേരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഏത് അപ്രോച്ചസുമായി ബേസ്ഡ് ആണ്? ബിഹേവിയറൽ അപ്രോച്ചസിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറീസ് വരുന്നത്. ഓക്കെ, ഇതാരാണ് കൊണ്ടുവന്നത്? The work of the famous Russian physiologist. Okay, psychologist അല്ല അദ്ദേഹം, ഫിസിയോളജിസ്റ്റ് ആണ്. സൈക്കോളജിക്കൽ തിയറി ആണ്, പക്ഷെ ഫിസിയോളജിസ്റ്റ് ആണ് ഇതിൽ പഠനം നടത്തിയത്. ആരാണ്? ഫിസിയോളജിസ്റ്റ് ഇവാൻ പാവലോവ്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ഫിസിയോളജിസ്റ്റ് ഇവാൻ പാവലോവ് demonstrated the classical conditioning process. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി ആദ്യമായിട്ട് നടത്തിയത് ആരാണ്? പ്രോസസ്സ് കണ്ടെത്തിയത് ആരാണ്? ഇവാൻ പാവലോവ് ആണ് കേട്ടോ. ഫിസിയോളജിസ്റ്റ് ഇവാൻ പാവലോവ്. അണ്ടർലൈൻ ചെയ്യാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇത്തിരി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. തിയറിയാണ്, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്നിട്ട് ടീച്ചർ എന്താണ് ഈ തിയറിയിൽ എന്താണ് ഈ എക്സ്പീരിമെന്റ് എന്ന് നമുക്ക് നോക്കാം. When Pavlov presented a piece of meat to the dog in the experiment, Pavlov noticed a great deal of salivation. He termed the food an unconditional stimulus and the salivation of unconditional response. When the dog saw the meat, he salivated. On the other hand, when Pavlov merely rang a bell, the dog did not salivate. Pavlov subsequently introduced the sound of a bell each time the meat was given to the dog. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എന്താണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്? ഒരു ഡോഗിലാണ് അല്ലെങ്കിൽ ഒരു നായയിലാണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ഒരു പ്രോസസ്സ് ആദ്യമായിട്ട് ഇദ്ദേഹം എക്സ്പീരിമെന്റ് ചെയ്തത് ആരിലാണ്? മനുഷ്യരിലല്ല, പട്ടിയിലാണ് കേട്ടോ. ഒരു നായയിലാണ് ഇത് ചെയ്തത്. എങ്ങനെയായിരുന്നു ചെയ്തത്? എങ്ങനെയായിരിക്കാം? അറിയാമോ? യെസ്, അതായത് അദ്ദേഹം സ്ഥിരമായിട്ടൊരു നായക്ക്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ഥിരമായൊരു നായ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആ നായനെ സ്ഥിരമായിട്ട് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു ബെല്ലടിക്കും. ഭക്ഷണം കുടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു ബെല്ല് കൊടുക്കും. ഒരു ബെല്ല് കേൾക്കുമ്പോൾ എന്താണ്? നമ്മളും ബെല്ല് കേട്ടാൽ എന്താണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? യെസ്. പക്ഷെ നമ്മുടെ വായിന്ന് വെള്ളം വരുമോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബെല്ലടിച്ചു, പക്ഷെ നമ്മുടെ വായിന്ന് വെള്ളം വരുമോ ആ സമയത്ത്? നമ്മളാണെങ്കിലും ഇല്ല. അപ്പൊ പട്ടിയുടെ വായിൽ നിന്ന് ആ സമയത്ത് സലൈവേഷൻ വന്നില്ല. ഓക്കെ, അങ്ങനെ ഇത് 7 days, ഏകദേശം ഒരു 7 ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബെല്ലടിച്ചു.
7 ദിവസം ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് എന്താണ് 8ാമത്തെ ദിവസമായ സമയത്ത് എന്താണ് ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം കൊടുക്കാതെ വെറുതെ ബെല്ലടിച്ചു. മനസ്സിലായോ? ഭക്ഷണം കൊടുക്കാതെ വെറുതെ ബെല്ലടിച്ച സമയത്ത് ആ സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോ ഉണ്ടാവുന്ന അതേ സലൈവ, അതേ ഉമിനീര് തന്നെ എന്താണ് ഭക്ഷണം കൊടുക്കാതെ തന്നെ ബെല്ലടിച്ചപ്പോ മാത്രം രൂപപ്പെടുകയുണ്ട്. അതായത് അദ്ദേഹം ഈ സലൈവേഷൻ അളക്കുന്നതിന് വേണ്ടി ഒരു ട്യൂബൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സലൈവേഷൻ ആണ് പട്ടിയിൽ വരുന്നത് അതൊക്കെ അളക്കാൻ മെഷർ ചെയ്യാനായിട്ടൊരു ട്യൂബൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് 7 ദിവസം ഇതേപോലെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം 8ാമത്തെ ദിവസം എന്താണ് ഭക്ഷണം കൊടുക്കാതെ ബെല്ലടിച്ചപ്പോ എന്ത് വന്നു? ആദ്യം ഭക്ഷണം കൊടുത്തപ്പോ ഉണ്ടായിരുന്ന അതേ അളവിലുള്ള ഉമിനീര് വന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതാണ് പരീക്ഷണം അദ്ദേഹത്തിന്റെ. ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് ചെയ്തു അദ്ദേഹം? ഇതാണ് അവന്റെ ശരിക്കും നടന്ന എക്സ്പെരിമെന്റ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. അതായത് എന്താണ് ആദ്യം നമ്മള് 7 ദിവസം അയാൾക്ക് പ്രാക്ടീസ് കൊടുത്തു അല്ലെ. 7 ദിവസം പറ്റി എന്താണ് എക്സസൈസ് ചെയ്യാണ്. ഈ ബെല്ല് കേൾക്കുമ്പോ ഭക്ഷണം കിട്ടുമെന്ന് ആര് മനസ്സിലാക്കി? നായക്ക് മനസ്സിലായി അല്ലെ. പട്ടിയൊന്നും സൂചിപ്പിക്കുന്നതിന് പ്രശ്നമുണ്ടോ? അയാൾ അങ്ങനെ വന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് 7 ദിവസം നിരന്തരമായിട്ട് എന്താണ് എക്സസൈസ് ചെയ്തിട്ടാണ് പട്ടിയെ എന്താക്കി മാറ്റിയത്? 8ാമത്തെ ദിവസം ഭക്ഷണം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പട്ടി വിചാരിക്കുന്നത് ഭക്ഷണം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചതിന് ശേഷമാണ്, പക്ഷെ കഴിക്കാനുള്ള ടെൻഡൻസി മൂലമാണ് വായിൽ എന്ത് വന്നത്? ഉമിനീര് വന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് എന്താണ് നമ്മൾ അതിലേക്ക് പരിവപ്പെടുകയാണ്. അപ്പൊ നായക്ക് എന്താണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് രൂപപ്പെടുകയാണ്. അതായത് നായ ഒരു ബെല്ലടിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അതായത് നായ കണ്ടീഷനായി, അതായത് ഇത്രയും ദിവസം എക്സ്പീരിയൻസ് കൊടുത്ത് എന്താണ് നായക്ക് മനസ്സിലായി എന്താണ് ഇപ്പൊ ബെല്ലടിച്ചാലും ഇത് വരേണ്ടത് ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് അങ്ങനെ മാറ്റിയെടുത്തു. അപ്പൊ നായയെ മാറ്റിയെടുക്കാൻ ആര് ചെയ്തത്? ഇവാൻ പാവ്ലോവ് ചെയ്തത്. മനസ്സിലായോ? അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമ്മൾ ഇത് ഓർഗനൈസേഷനിൽ കൊണ്ടുവരും? എങ്ങനെയായിരിക്കും ഇത് ഓർഗനൈസേഷനിൽ വരുന്നത്? തിയറി മനസ്സിലായോ? എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ല? എക്സ്പെരിമെന്റ് മനസ്സിലായില്ല പിള്ളേരെ? ഒന്നുകൂടെ പറയാം. കറക്റ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് മനുഷ്യ ഉദ്ദേശിച്ചത്? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാവ്ലോവ് എന്ത് ചെയ്തു? ഒരു ബെല്ലടിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ വായിൽ എന്താണ് ആ സമയത്ത് ഇപ്പൊ ബെല്ലടിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കും, പക്ഷെ വായിൽ വെള്ളം വരില്ല. ഇത് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഭക്ഷണം കൊടുത്തു, അതിനുശേഷം ഒരു ബെല്ലടിച്ചതിന് ശേഷം എന്താണ് പട്ടി വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഭക്ഷണം കാണുമ്പോൾ തന്നെ സലൈവേഷൻ വന്നു അല്ലെ. ഓക്കെ, ഇതിങ്ങനെ 7 ദിവസം നിരന്തരമായിട്ട് എന്ത് ചെയ്തു? ഈ പട്ടിയിൽ പരീക്ഷിച്ചു. 7 ദിവസം. അതായത് ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ബെല്ലിനോടും ഫുഡിനോടും എന്താണ് പട്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു തുടങ്ങി. അപ്പൊ 7ാമത്തെ ദിവസം 8ാമത്തെ ദിവസമായപ്പോ എന്താണ് ഭക്ഷണം കൊടുത്തില്ല. ഓക്കെ, 8ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു? ഭക്ഷണം കൊടുത്തില്ല. എന്ത് മാത്രമാണ് അടിച്ചത്? ബെല്ല് മാത്രമാണ് കൊടുത്തത് അല്ലെ. അപ്പൊ ബെല്ലടിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ആദ്യം ഭക്ഷണം കൊടുക്കുമ്പോ ഉണ്ടായിരുന്ന അതേ സലൈവേഷന്റെ അതേ അളവിൽ തന്നെ ബെല്ല് മാത്രം ഒടിച്ചപ്പോ എന്താണ് പട്ടിയുടെ വായിൽ നിന്നും വരുന്നത്. അപ്പൊ 7 ദിവസം നിരന്തരമായി കൊടുത്ത പ്രാക്ടീസിൽ നിന്നും എന്താണ് പട്ടി റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആദ്യം പട്ടിക്ക് തിരിച്ചറിയില്ലായിരുന്നല്ലേ. പിന്നെ നിരന്തരമായിട്ട് ഇത് കൊടുത്തതിന് ശേഷമാണ് ആ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. പട്ടിയിൽ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ അതായത് നമ്മളൊരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു സാധനത്തിനോടുള്ള നമ്മളുടെ ഒരു ആക്ഷൻ ആണ്, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് എന്താ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമ്മുടെ എഡ്വാൻ തോണ്ടേക്ക് അല്ലെങ്കിൽ എഡ്വാൻ ഫ്ലിപ്പ് തോണ്ടേക്ക് എന്ന് പറഞ്ഞൊരു മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്, സൈക്കോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? തോൺസ് കോൾ ദിസ് ഇസ് ദ ലോ ഓഫ് എക്സസൈസ്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് എക്സസൈസ് ആണ്. എന്താണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്? It states that behavior can be learned by repetitive association between a stimulus and response.
എന്താണ് ലോ ഓഫ് എക്സസ് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞില്ല ആളുടെ പട്ടിയുടെ ബിഹേവിയർ അല്ലേ മാറ്റിയെടുത്തത്. ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് എന്താണ് ഒരു സ്ഥലത്തേക്ക് ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ എന്താണ് ബെല്ലടിക്കാതെയും പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വന്നു, സലൈവേഷൻ വരുന്നതാണ് എന്ത് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സസൈസ് ലോ ഓഫ് എക്സസൈസ് നിരന്തരമായിട്ട് പ്രാക്ടീസ് കൊടുക്കുകയാണ് അല്ലെ. 7 ദിവസം കണ്ടിന്യൂസ് പ്രാക്ടീസിലാണ്. പിന്നെ എന്താണ് 8ാമത്തെ ദിവസം ഇപ്പൊ ബെല്ല് കേട്ടാലും പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വരും, സലൈവ വരും എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ഇവാൻ പാവലോവ് തന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് കണ്ടെത്തിയത്. അപ്പൊ പരുവപ്പെടുത്തിയെടുക്കാൻ അല്ലെ, പട്ടീനെ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഇതിന് നടന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ ഈ തിയറീസിന് നമ്മൾ റെസ്പോൺസ് തിയറി അല്ലെങ്കിൽ സ്റ്റിമുലസ് തിയറി എന്നൊക്കെ പല പേരിലും ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ക്ലാസിക്കൽ കണ്ടീഷനിങ് മാത്രമല്ല റെസ്പോൺസ് തിയറി അല്ലെങ്കിൽ സ്റ്റിമുലസ് തിയറി എന്നൊക്കെ രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. യെസ്. Classical conditioning has restricted value in the study of organizational behavior. As pointed out by Skinner, classical conditioning constitutes a small portion of overall human learning. Classical conditions is passive. Something happens and react in a specific identifiable event on each such as it's explained simple and reflexive behaviors, but behavior of people in an organization emitted that unreflexive. The learning of these complex behaviors can be clarified or better understood through operant conditioning. ഇനി ഈ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് ഓർഗനൈസേഷനിൽ ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ് ഇവിടെ പറയുന്നത്. പക്ഷെ ക്ലാസിക്കൽ തിയറിയിൽ എന്താണ് റെസ്ട്രിക്റ്റഡ് വാല്യൂസ് ആണ് ഓർഗനൈസേഷൻ തിയറിയിൽ വരുന്നത്. കാരണം നമ്മൾക്ക് മനസ്സിലായില്ലേ, ഇത് ഒരു പട്ടിയിലാണ് ചെയ്തത് അല്ലെ. നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അദ്ദേഹം ഒരു പട്ടിയിലാണ്. പക്ഷെ അതൊരു അനിമൽ കാറ്റഗറി അല്ലെ, മറ്റൊരു വർഗമാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇമോഷൻസ് ഉള്ളവരാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് ക്വിക്ലി ചേഞ്ച് ചെയ്യുന്നവരാണ്. അപ്പൊ പട്ടിയിൽ നടത്തിയ അതേ എക്സ്പീരിമെന്റ്സ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കുറെയൊക്കെ അത് പ്രായോഗികമല്ല. കുറെ കാര്യങ്ങളിൽ ഇതിന് ഈ ഒരു തിയറിയിൽ അത് അങ്ങനെയാണ് പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത്. ഓക്കെ. Then as pointed out of Skinner, സ്കിന്നറുടെ അഭിപ്രായത്തിൽ പറയുന്നത് എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്മോൾ പോർഷൻ ഓഫ് ഓവറോൾ ഹ്യൂമൻ ബീങ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ പറഞ്ഞ ഈ എക്സ്പീരിമെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ, ചെറിയ ഫാക്ടറായിട്ട്. കാരണം നമ്മളും ഇങ്ങനെ തന്നെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഇതേപോലെ നിരന്തരം പ്രാക്ടീസ് ചെയ്താല് നമുക്ക് നമുക്ക് റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മനുഷ്യനായാലും അല്ലെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്തരം തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ. ഓക്കെ. അതായത് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളല്ല ഈ തിയറിയിൽ വരുന്നത്. മനുഷ്യന്റെ ചില ബിഹേവിയറിലെ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ചില ബിഹേവിയറിനെ നമുക്ക് എന്താണ് പരുവപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്നതാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത് കേട്ടോ. Then classical condition is passive. Something happens as we react in a specific identifiable event such as explain simple and reflexive behavior. എന്താണ് റിഫ്ലെക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് പ്രത്യേക സംഭവത്തില് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എന്താണ് പ്രതികരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക സംഭവം നമ്മള് എന്താണ് വിശദീകരിക്കുക, അതിൽ പ്രതികരിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്താ റിഫ്ലെക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ മേലത്തെ ഒരാളെ തല്ലി, നമ്മൾ എന്ത് ചെയ്യും? തല്ലി കഴിഞ്ഞാല് ഒരാളെ നമ്മളുടെ മുഖത്തടിച്ചു, നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? തിരിച്ചെന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യൂല. ഇപ്പുറത്തെ കരണം കാണിച്ചു കൊടുക്കും. എന്താ ചെയ്യുന്നത്? കരയും. ലോല ഹൃദയനാണെങ്കിൽ ഇത് കരയും. അല്ലാത്തവരെന്താണ് തിരിച്ചൊരെണ്ണം കൊടുക്കും അല്ലെ, തിരിച്ചൊരെണ്ണം കൊടുക്കും നമ്മള്. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പല പേഷ്യൻസ് പല രീതിയിൽ നമ്മൾ അതിന് തിരിച്ച് റെസ്പോൺസ് എടുക്കും. റിഫ്ലെക്സീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് നമ്മളിൽ നിന്നൊരു ആക്ഷൻ പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഫുൾ സൈക്കോളജി ആണ്
നമ്മളിൽ നിന്നൊരു ബിഹേവിയർ പുറപ്പെടുന്നതിനാണ് എന്താ റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് എന്തോ സംഭവിച്ചു, എന്തോ ഒരു കാര്യം സംഭവിച്ചു, അതിൽ നിന്ന് നമ്മളിൽ നിന്നുണ്ടാവുന്ന റിയാക്ഷൻ ആണ് എന്ത് റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, പല സന്ദർഭങ്ങളിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിലും ഓർഗനൈസേഷനാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും എന്താണ് നമ്മൾ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യുന്ന പേഴ്സൺസ് ആണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിനൊരു റിപ്ലൈ തരാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. ഓക്കെ, ഇതാണ് റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബട്ട് ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ എമിറ്റഡ് rather than reflexive. എമിറ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും എമിറ്റഡ് ബിഹേവിയർ? എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, എമിറ്റ് എങ്ങനെയോ ഉണ്ടാകുന്ന സ്വഭാവങ്ങളുണ്ട് നമുക്ക്, അല്ലെ? നമ്മൾ പഠിച്ചുണ്ടാകുന്ന സ്വഭാവങ്ങളുണ്ട്, തന്നെത്താനം എന്ന കുറെ സ്വഭാവങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? അതായത് എങ്ങനെയൊക്കെ വരും, അത് നമ്മൾ ഓൾറെഡി നമുക്കൊരു ജെന്യുവൻ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കുമെങ്കിലും ഇടയ്ക്ക് എന്താണ് ചില സമയത്ത് നമുക്ക് എന്താണ് എങ്ങനെയൊക്കെ വരും. അതായത് ഒരു ആക്ഷൻ പുറപ്പെടുക അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയും, പ്രത്യേകമായിട്ടൊരു ബിഹേവിയർ എങ്ങനെയെങ്കിലൊക്കെ വരും. നമ്മൾ വിചാരിക്കാതെ നമ്മൾ ചില സമയത്ത് വേറെ രീതിയിലൊക്കെ പ്രതികരിക്കാറില്ലേ, ഇല്ലേ? ചില സന്ദർഭങ്ങളിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട്. പിള്ളേരെ മനസ്സിലാവുന്നില്ലേ പറയുന്നത്? യെസ്, അതാണ് എമിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്ന് സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് എമിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജെന്യുവൻ പേഴ്സണാലിറ്റിയിൽ നിന്ന് എന്താണ് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതാണ് റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, the learning of these complex behaviors can be clarified or better understood through operant conditioning. അപ്പോൾ ഈ രണ്ട് ബിഹേവിയറിനെ കുറിച്ചിട്ടും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമ്മൾ, അതായത് ഈ രണ്ടും കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. എമിറ്റഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ സ്വമേധ ഉണ്ടാവുന്ന ബിഹേവിയർ ആണ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ് എന്താ റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു കോംപ്ലക്സ് ആണ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്വഭാവ രീതികളാണ്, ഇതിലെ പെരുമാറ്റങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് ക്ലാസിക്കൽ തിയറിയിൽ നിന്നും ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയിലേക്ക് നമ്മൾ എന്താണ് കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയിൽ തന്നെ ഉണ്ടാവുന്ന റെസ്പോൺസിനെ നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് മറ്റൊരു തിയറിയിൽ. ആ തിയറിയുടെ പേരാണ് എന്താ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ആരാണ് ഇത് കണ്ടെത്തിയത്? ആരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? ഫേമസ് റഷ്യൻ ഫിസിയോളജിസ്റ്റ് ഇവാൻ പാവലോ. ഒരിക്കലും സൈക്കോളജിസ്റ്റ് എന്ന് എഴുതരുത് കേട്ടോ, കണ്ടാല ടിക്ക് ചെയ്യരുത്. അദ്ദേഹം ഫിസിയോളജിസ്റ്റ് ആണ്. ഓക്കെ, ഇവാൻ പാവലോ. നിങ്ങൾ പഠിച്ച സമയത്ത് സൈക്കോളജി ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇത് എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിയറീസ് ഉണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാം ഓരോ മൃഗങ്ങളിലാണ് പരീക്ഷണം നടത്തിയത്. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? പാവലോവിന്റെ പട്ടി, ടോണ്ടേക്കിന്റെ പൂച്ച, അതുപോലെ തന്നെ എന്താണ് സ്കിന്നറുടെ എലി, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഏത് മൃഗത്തിലാണ് പരീക്ഷണം നടത്തിയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ പാവലോ പട്ടി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാം. അപ്പൊ പാവലോ ആരിലാണ് പരീക്ഷണം നടത്തിയത്? ഡോഗിലാണ് കേട്ടോ. ഓക്കെ, ശരി. ഇനി ഈ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി നമ്മുടെ ത്രോൺ എന്ന അദ്ദേഹം എന്താണ് സൈക്കോളജിസ്റ്റ് എന്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? ഏത് തരം ബിഹേവിയർ ആണെന്നാണ് പറയുന്നത്? ലോ ഓഫ് എക്സസൈസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? അതായത് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ടൊരു ആക്ടിവിറ്റി, റിപ്പീറ്റേറ്റീവ് ആയിട്ടൊരു ആക്ഷൻ കൊടുത്ത് എന്താണ് അതിൽ നിന്നും റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. അതാരാണ് പറഞ്ഞത്? ത്രോൺസ് ആണ് കേട്ടോ. ത്രോൺസ് ആണ് ലോ ഓഫ് എക്സസൈസ് എന്ന ബിഹേവിയർ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലെ കുറച്ച് ഭാഗങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് എന്തുണ്ടാക്കി എടുക്കാൻ പറ്റും? റെസ്പോൺസ് പ്രതികരണം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. ഇനി ഇവിടെ രണ്ട് ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എന്തായിരുന്നു? റിഫ്ലക്സീവ് ബിഹേവിയർ, എമിറ്റഡ് ബിഹേവിയർ. റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്സീവ് ബിഹേവിയർ
എന്താണ് റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറഞ്ഞത്? തിരിച്ചു കാണിക്കുക. അതായത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നോർമൽ ബിഹേവിയർ ആണ്. ഒരു കാര്യം ഉണ്ടായി അതിൽ നിന്ന് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ റിഫ്ലക്സീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. എമിറ്റർ ബിഹേവിയർ എന്താണ്? നമ്മുടെ നോർമൽ അല്ലാത്തൊരു ബിഹേവിയറിൽ നിന്നും പ്രത്യേകമായ ഒരു സ്വഭാവം, പ്രത്യേകമായ ഒരു പെരുമാറ്റം ഉണ്ടായി മാറുന്നതാണ് എമിറ്റർ ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് വ്യത്യാസം. ഇത് രണ്ടും കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ നിങ്ങളിത് ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ രണ്ട് ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. എമിറ്റർ ബിഹേവിയർ, റിഫ്ലക്സീവ് ബിഹേവിയർ ആയിട്ടുള്ള ആൾക്കാർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും അല്ലെ. അതായത് ജനവിൻ സ്വഭാവം ഉള്ളവർ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട്, അതായത് സിറ്റുവേഷൻ ബേസ്ഡ് ഇവര് സ്വഭാവം മാറുന്ന കണ്ടിട്ടില്ല നമ്മള്. സിറ്റുവേഷൻ ചിലപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് എമിറ്റഡ് ബിഹേവിയർ കാണിക്കും. അയാള് നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനം ആയിരിക്കില്ല, അല്ലെങ്കിൽ ബിഹേവിയർ ആയിരിക്കില്ല. പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എങ്ങനെയായി മാറും? എമിറ്റഡ് ബിഹേവിയർ ആയിട്ട് മാറും. അതായത് ഒരു പ്രത്യേകമായിട്ടൊരു ആക്ഷൻസ് അദ്ദേഹം പുറപ്പെടുവിക്കപ്പെടും. അതാണ് എന്താ എമിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലോ വരുന്നുണ്ട് കേട്ടോ, ബിഹേവിയറുമായി ബന്ധപ്പെട്ട്. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന നെക്സ്റ്റ് തിയറി നോക്കാം. ഓപ്പറന്റ് കണ്ടീഷനിങ് ആരാണ് കൊണ്ടുവന്നത്? സ്കിന്നർ ആണ് കേട്ടോ. സ്കിന്നർ ആണ്. സ്കിന്നേറിയൻ സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയാം. ഓപ്പറന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ബിഹേവിയർ ദാറ്റ് പ്രൊഡ്യൂസ് എഫക്ട്സ്. Operant condition basically a product of Skinner's psychology, suggests that individuals emit responses that are either not rewarded or are punished. Operant conditioning is voluntary behavior and it is determined, maintained and controlled by its consequences. ഇനിയിപ്പോ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നതും എന്ത് തിയറി ആയിട്ട് വരാം? ഇതും ഒരു ആർ തിയറിയാണ്. ആർ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്പോൺസ് തിയറിയാണ്. ഇതെല്ലാം ഒരാളിൽ ഉണ്ടാകുന്ന തിരിച്ചുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള തിയറീസ് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ ആർ തിയറി, ആർ ടൈപ്പ് തിയറി എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഓപ്പറന്റ് കണ്ടീഷനെ നമ്മൾ ആർ ടൈപ്പ് തിയറീസ് എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ദെൻ ഈ സ്കിന്നർ, ഇനി വേറൊരു കാര്യം പറയാം. സ്കിന്നർ പരീക്ഷണം നടത്തിയത് ഒരു എലിയിലാണ് കേട്ടോ. എലി ഇവിടെ വരുന്നില്ല. സ്കിന്നർ പരീക്ഷണം നടത്തിയത് ഒരു എലിയിലാണ്. എങ്ങനെയാണ്? എലിക്കൊരു കൂട് ഉണ്ടാക്കി. എലിയുടെ കൂട് കണ്ടിട്ടില്ല നിങ്ങള്? ആ കൂടല്ല, അല്ലാത്തൊരു കൂട്. എലിക്കൊരു കൂട് ഉണ്ടാക്കിയതിനു ശേഷം പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു കൂടാണ്. കേൾക്കുന്നുണ്ട് എല്ലാവരും? ടീച്ചർ കാലത്ത് വന്നിട്ട് പട്ടി, എലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇടക്ക് വെച്ച് കയറുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നത് അല്ലെ. ഇവിടെ ടീച്ചർ എലി എന്നുള്ളത് നോക്കും. യെസ്, അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു കൂടുണ്ടാക്കി. ശ്രദ്ധിച്ചിരിക്കട്ടോ, പ്രത്യേകമായ കൂടുണ്ടാക്കിയതിനു ശേഷം ആ കൂടിന് പുറത്തായിട്ട് തന്നെ ഒരു ബോക്സില് കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫുഡ്, അതായത് ആ കൂടിനോട് ചേർന്ന് തന്നെ ഒരു ഫുഡ് വരുന്നുണ്ട്, ഒരു ബോക്സ്. ആ ഫുഡിന്റെ ബോക്സിൽ നിന്ന് എന്താണ് ഈ നമ്മുടെ കൂടിനകത്തേക്ക് ഒരു പൈപ്പ് വരുന്നുണ്ട്. അതായത് ആ ഭക്ഷണം ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വീഴാൻ വേണ്ടി ഒരു പൈപ്പ് വരുന്നുണ്ട്. ഏകദേശം ഒരു പിക്ചർ മനസ്സിലുണ്ടോ? ഒരു കൂട്, അതിനകത്ത് ഒരു എലിയുണ്ട്. ആ കൂടിനകത്ത് ഒരു ലിവർ ഉണ്ട്. ലിവർ മീൻസ് നമുക്ക് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ പൊന്തുന്ന തരത്തില്. ചവിട്ടി കഴിഞ്ഞാൽ ഈ ഫുഡിന്റെ ബോക്സ് ഓപ്പൺ ആവും. ഫുഡിന്റെ ബോക്സ് ഓപ്പൺ ആയതിനു ശേഷം ആ കുഴലിൽ കൂടി എന്താണ് ഒരു ഫുഡ് താഴേക്ക് വീഴും. അപ്പൊ എനിക്ക് എന്താണ് അത് കഴിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്ന്. അപ്പൊ എലി എന്ന് പറയുന്നത് എന്താണ്? ഒരു അടങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളതാണോ എലി? ആണോ? അല്ല അല്ലെ. എലി എന്താണ്? ആ പെട്ടിക്കുള്ളിൽ കിടന്ന് എലി ഇത് കാണുന്നുണ്ട്, ഫുഡ് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താണ്? എനിക്ക് ആ ഫുഡ് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിയില്ല അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യും? പലതരത്തിൽ പരാക്രമങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് എപ്പോഴൊക്കെയോ എന്ത് സംഭവിച്ചു? എലി അറിയാതെ ലിവറിൽ ചവിട്ടിയപ്പോ എന്ത് സംഭവിച്ചു? ആ ഭക്ഷണം അതിനകത്തേക്ക് പ്രവേശിച്ചില്ല. അതായത് ലിവർ ഓപ്പൺ ആയപ്പോ എന്താണ്? ആ പെട്ടിയിൽ നിന്നും ഭക്ഷണം പോയാണ്, എന്തോ ആയിക്കോട്ടെ, അതെന്താണ് അകത്തേക്ക് വന്നത്. എലി അത് കഴിച്ചു. പിന്നീട് തന്നെ എലി പിന്നെയും ആവർത്തിച്ചു അല്ലെ. പിന്നീട് ആവർത്തിച്ച പിന്നെ എന്താണ്? പിന്നെ അങ്ങനെയൊക്കെയോ അറിയാതെ ലിവറിൽ ചവിട്ടി ഫുഡ് വന്നു. അറിയാതെ ലിവറിൽ ചവിട്ടി ഫുഡ് വന്നു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി അല്ലെ. ഇതൊന്ന് ചവിട്ടി കഴിഞ്ഞാലാണ് ഫുഡ് വരുന്നതെന്ന് ആര് മനസ്സിലാക്കി?
എലി കുറെ പരിശ്രമങ്ങൾക്ക് ശേഷം തിരിച്ചറിയാണ്. അതാണ് സ്കിന്നർ നടത്തിയ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന തിയറി, എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ക്ലിക്കായോ? യെസ്. നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിള്ളേരെ, തിയറീസ്? അല്ല, ലിറ്റ് പഠിച്ചിട്ടുണ്ടോ ഓപ്പറന്റ് കണ്ടീഷനിങ് ഒക്കെ? ഇല്ല. ഓക്കെ, അപ്പോ നേരത്തെ എവിടെയോ കേട്ട പോലെ. ഓക്കെ, അപ്പൊ വേറെ നമ്മൾ മാസ്ലോവിന്റെ തിയറിയിലെ മറ്റേ നീഡ്സ് മാത്രമല്ല ഇത് വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത് മിക്കവാറും. യെസ്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ ബി എഡ് റിലേറ്റഡ് തിയറീസ് ആണ്, സൈക്കോളജിയിൽ വരുന്ന തിയറികളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ പരീക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കിയെടുത്തു. അതായത് എലിയിൽ നിന്ന് രണ്ട് പ്രതികരണം ഉണ്ടാക്കി. ഒന്ന് എന്താണ്? എലിക്റ്റഡ് ബിഹേവിയറും എമിറ്റഡ് ബിഹേവിയറും. എന്താണ് എലിക്റ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്? എലിസിറ്റഡ് ബിഹേവിയർ. എലിക്റ്റഡ് അല്ല കേട്ടോ, എലിസിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലെ. അതായത് എലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ട്രൈ ചെയ്തതാണ് എങ്ങനെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരാക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എലിസിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റെസ്പോൺസ് ആണ്. കൂട്ടില് എലിനിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എലിസിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി എമിറ്റഡ് റെസ്പോണ്ട്. എന്താണ് എമിറ്റഡ് റെസ്പോണ്ട് എന്ന് പറയുന്നത്? എമിറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞു എമിറ്റഡ് എന്ന് എന്താണെന്ന്. എമിറ്റഡ് ബിഹേവിയർ എന്താണ്? എങ്ങനെയൊക്കെയോ ഉണ്ടാവുന്നത്. അതായത് എലി കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് എന്താണ് എപ്പോഴൊക്കെയാണ് ഇത് സംഭവിച്ചത്? എനിക്ക് ഫുഡ് കിട്ടിയില്ല അല്ലെ. റെസ്പോണ്ട് ഉണ്ടായത് എപ്പോഴാണ്? അതിന് ചവിട്ടി കഴിയുമ്പോഴാണ് ഫുഡ് വരുന്നതെന്ന് എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെ സംഭവിച്ചു. അതാണ് എമിറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ബിഹേവിയേഴ്സ് ആണ് രൂപപ്പെടുന്ന ഒന്ന് എലിസിറ്റഡ് ബിഹേവിയറും എമിറ്റഡ് ബിഹേവിയറും ആണ് ഈ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് ട്രൈ ചെയ്യുന്നത്, അതിനുശേഷം എപ്പോഴൊക്കെയോ നമ്മൾ അത് തിരിച്ചറിയും അല്ലെ. അതിപ്പോ മനുഷ്യ ജീവിതത്തിലും പല കാര്യങ്ങളും ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരും. അങ്ങനെയാണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിൽ എന്ന പരീക്ഷണം നടന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു കുട്ടി ക്ലാസ്സിലിരുന്ന് പടം വരച്ചു. പടം വരച്ചതിന് ശേഷം ടീച്ചർ എന്ത് പറയും? പടം കൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, കുട്ടി പടം വരച്ചു. ഇത് പടം വരച്ചത് കൊണ്ട് കാണിച്ചു കൊടുത്തത്. ടീച്ചർ പറഞ്ഞു വെരി ഗുഡ്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ കുട്ടികളെ കാണിച്ചു കൊടുത്തത്. ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തതാണ് വെരി ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് സന്തോഷമാവേണ്ട അല്ലെ. ഇനി വെറുതെ ഇരിക്കുന്ന ഒരു കുട്ടികളെ പോയിട്ട് നമ്മൾ എന്ത് പറയും? നീ ഒരു പടം വരച്ചേ, ഈ പടം വരച്ചേന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പടം വരക്കാൻ പറ്റുമോ? അറിയാത്ത കുട്ടിയാണെങ്കിലോ പടം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് അല്ലെ. ആദ്യം ടീച്ചർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഒന്നും കൂടി വരയ്ക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആണ് ആ കുട്ടിക്ക് ഉണ്ടായത്. ടീച്ചർ അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് അല്ലെ, പ്രചോദനം കൊടുത്തു, ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു, നീ ഒന്നും കൂടി ചെയ്യണം, ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായി. പക്ഷെ അറിയാത്ത ഒരാളുടെ കൊണ്ട് നമ്മളിങ്ങനെ എന്താണ് ഫോഴ്സ് ചെയ്ത് പറയാം, ഈ ഒരു പടം വരയ്ക്കണം, ഇപ്പൊ തന്നെ പഠിച്ചു കാണിക്കണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആനേനെ അല്ലെങ്കിൽ ഒരു തീം കൊടുത്തിട്ട് ഇപ്പൊ തന്നെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ഈ തിയറിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഓക്കെ, യെസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് കണ്ടെത്തിയത് ആരാണ്? ഓപ്പറന്റ് കണ്ടീഷൻ സ്കിന്നർ ആണ് കേട്ടോ. ഓപ്പറന്റ് കണ്ടീഷൻ തിയറിയുടെ പിതാവ് എന്ന് പറയുന്നത് സ്കിന്നർ ആണ്. Operant defined as behavior. Okay. Then individuals emit responses rather than that are either not rewarded or punished. Operant condition is voluntary behavior and it is determined maintenance and controlled by its consequences. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ചിലപ്പോ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് പ്രതിഫലം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അല്ലാത്ത രീതിയിൽ നമ്മൾ സ്വമേധ ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല. ഒന്ന് നമുക്ക് എന്തെങ്കിലും റിവാർഡ് പ്രതീക്ഷിച്ച് ചെയ്യും അല്ലെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്താണ് ഇതൊന്നും കിട്ടാത്ത രീതിയിൽ ഉള്ള ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല കാറ്റഗറീസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വമേധയുള്ള ഈ ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്വമേധയായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അതായത്
Voluntary behaviorality. Conditioning is voluntary behaviorality is determined maintenance and controlled by its consequences. നമ്മള് അത് അതിന്റെ അനന്തര ഫലങ്ങളാൽ നിർണ്ണയിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും നിയന്ത്രിക്കാൻ ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. എന്താണ് സ്കിന്നർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള, നമുക്ക് മോട്ടിവേഷൻസ് തരുന്ന, റിവാർഡ് തരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് റിവാർഡ്സുകൾ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് ഒക്കെ തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ഓർഗനൈസേഷനിലെ പെരുമാറ്റം മോശമാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? പണിഷ്മെന്റ് കിട്ടും അല്ലെ? നമ്മുടെ ബിഹേവിയർ മോശമാണെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. പണിഷ്മെന്റ് തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഒരു തെറ്റ് ചെയ്തത് അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പണിഷ്മെന്റ്സ് കൊടുക്കുന്നത്. ദെൻ കുറച്ചുകൂടി പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റിവാർഡ് കൊടുക്കുന്നത്. പണിഷ്മെന്റ് കൊടുക്കുന്നത്. രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് അല്ലെ? പക്ഷെ എന്താണ് റിവാർഡ് കൊടുക്കുന്നത്? എപ്പോഴാണ്? ഏറ്റവും മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കും. അത് പിന്നീട് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വ്യക്തിക്ക് റിവാർഡ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. അതേപോലെ പണിഷ്മെന്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? മോശമായ എന്തെങ്കിലും ബിഹേവിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുന്ന സമയത്ത്. ഒന്നില്ലെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ ആ ശിക്ഷ അയാൾ അനുഭവിച്ചേ മതിയാവും അല്ലെ? ഓക്കെ. Operant condition is a powerful tool for operant condition is a powerful tool for managing people in organization. അപ്പൊ ഈ ഒരു തിയറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനില് എന്താണ് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ടൂൾ ആയിട്ടാണ്, പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആയിട്ടാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ കാണുന്നത്. അതായത് most behavior in organization are learned, controlled and altered by the consequences. Operant behaviors management can use operant conditioning process successfully to control and influence the behavior of employees by manipulating its reward system. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓപ്പറന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തിയറികളിൽ ഒന്നാണ്. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ആൾക്കാരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ മാനേജ്മെന്റും എന്താണ് ഈ തിയറി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നവർ നമുക്ക് അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനും അവർക്ക് പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ കഴിയും. എങ്ങനെ സ്വാധീനിക്കാം? റിവാർഡുകൾ കൊടുത്ത് അല്ലെ? റിവാർഡ്സ്, കോംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റും കൊടുത്തുകൊണ്ട് എന്താണ് നമുക്ക് ഇവരെ നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ? നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കുന്നത്? ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണത്. ഓക്കെ, ഈ ഭാഗം അണ്ടർലൈൻ ചെയ്തേ. Management can use the operant conditioning process successfully to control and influence the behavior of employees by manipulating its reward system. റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം അതും ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ? റിവാർഡ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ്? ഇനിയും അത് ചെയ്യണം, എനിക്ക് കുറച്ചുകൂടി ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ പെർഫോമൻസ് കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് നല്ല രീതിയിൽ സാലറി പാക്കേജസ് വരും, നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും, നല്ലൊരു സ്റ്റാൻഡേർഡിൽ എത്താൻ പറ്റും എന്ന് നമുക്ക് ഒരു തോന്നൽ ലഭിക്കുകയാണ് അല്ലെ? അപ്പൊ എന്താണ്? നമ്മൾ നല്ല രീതിയിൽ റിവാർഡ് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും. ഓക്കെ, യെസ്. ഇനി എന്താണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ബലപ്പെടുത്തലാണ് അല്ലെ? ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ പ്രാപ്തനാക്കി എടുക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇത് വരുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം അതെന്താണ്. റീഇൻഫോഴ്സ്മെന്റ് ഈസ് എനിത്തിങ് ദാറ്റ് ബോത്ത് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് റെസ്പോൺസ് ആൻഡ് ടെൻഡ്സ് ടു ഇൻഡ്യൂസ് റിപ്പിറ്റേഷൻ ഓഫ് ദ ബിഹേവിയർ. റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരാളെ ബലപ്പെടുത്തരുത്. നമ്മൾ റിപ്പിറ്റേറ്റീവ് ആയിട്ട് അയാളെ പരുവപ്പെടുത്തി എന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെന്താണ് സ്ട്രെങ്തേൺ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതായത് അയാളെ പെരുമാറ്റത്തിനെ കുറച്ചുകൂടി നമ്മൾ ബലപ്പെടുത്തി എടുക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും എന്താണ് ഇൻഫോഴ്സ് ചെയ്യും. റീഇൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അയാളെ കുറച്ചുകൂടി നമ്മള് അതിൽ പുകഴ്ത്ത് മാത്രമല്ല അയാൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മാക്സിമം സ്ട്രെങ്തേൺ ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് അയാൾക്ക് അവസരങ്ങൾ കൊടുക്കും. ദെൻ
അപ്പൊ എന്താണ് ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും. നിരന്തരമായിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ് അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. Managers can use 4 reinforcement stages to impact employee behavior. ഇപ്പൊ മാനേജർമാര് 4 തരത്തിലുള്ള 4 കാറ്റഗറിയിലുള്ള 4 സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷന്. എന്തൊക്കെയാണ്? അതായത് ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി 4 സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എക്സ്റ്റിങ്ഷൻ ആൻഡ് പണിഷ്മെന്റ്. ഓക്കെ, മാനേജർമാർ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 എണ്ണമാണ് എന്ത്? 4 സ്ട്രാറ്റജീസ് ആണ് എന്ത്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എക്സ്റ്റിങ്ഷൻ ആൻഡ് പണിഷ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? Is a positive reinforcement enhance and encourage behavior through the introduction of a favorable consequences. In other words, a positive reinforcer is a reward that follows behavior and is capable for increasing the frequency of that behavior. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പോസിറ്റീവ്? എന്താണ് പറയുന്നത്? ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റത്തിന്റെ, നല്ല പെരുമാറ്റത്തിന്റെ ആവൃത്തി കൂട്ടി കൂട്ടി, അതായത് നന്നായി പെരുമാറാനായിട്ട് നമ്മൾ എന്താണ് ആളെ സപ്പോർട്ട് ചെയ്യണം അല്ലെ? നല്ല കാര്യം ചെയ്യുന്നതിനായിട്ട് ആളെ ട്രെയിൻ ചെയ്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുത്ത് ആളെ എന്താക്കി മാറ്റുന്നു? മികച്ചൊരു സ്റ്റാഫായിട്ട്, മികച്ചൊരു എംപ്ലോയി ആക്കി മാറ്റാനായിട്ട് നമ്മള് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യം? അവിടെ റിവാർഡാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആൾക്ക് അയാളുടെ പെർഫോമൻസിന് റിവാർഡ് കൊടുക്കുമ്പോൾ ആൾക്ക് പിന്നെയും എന്താണ് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അയാളുടെ ബിഹേവിയറിൽ തന്നെ എന്ത് വരുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി there are 2 forms of positive reinforcement. ഇനി റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി റീഇൻഫോഴ്സേഴ്സ്, നമുക്ക് പ്രൈമറി റീഇൻഫോഴ്സേഴ്സിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ പ്രൈമറി ആയിട്ട് വരുന്ന, നമുക്ക് വേണ്ട പ്രൈമറി ആയിട്ട് പ്രാഥമികമായിട്ട് വേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ്, വാട്ടർ, സെക്സ് ആർ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് and have effects which are independent of past experience. For instance, a primary reinforcer like food satisfy hunger needs some reinforced food producing behavior. എന്താണ് നമ്മുടെ ആദ്യത്തെ ആവശ്യകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ശക്തിപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഭക്ഷണം വേണം, ആവശ്യത്തിന് ഭക്ഷണം, വാട്ടർ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ നമുക്ക് ആദ്യം വേണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് a primary reinforcer like food satisfy hunger. എന്താണ് പ്രൈമറി റീഇൻഫോഴ്സർ ലൈക്ക് ഫുഡ് സാറ്റിസ്ഫൈ ഹങ്കർ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പ്രൈമറി ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കും അല്ലെ? അതായത് നമുക്കിത് വേണം, നമുക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം അല്ലെ? നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ബേസിക് നീഡ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെസ്റ്റ് പെർഫോമൻസ് നമ്മളവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പ്രൈമറി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അതായത് ഭക്ഷണം ഉത്പാദിപ്പിക്കാനുള്ള നമ്മുടെ സ്വഭാവത്തെയാണ് അവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ജോലിക്ക് പോകുന്നത്? ഭക്ഷണം കഴിക്കേണ്ടത് നമുക്ക്, അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലേ? യെസ്, അതാണ് എന്തിൽ വരുന്നത്? പ്രൈമറി റീഇൻഫോഴ്സസിൽ വരുന്നത്. ഇനി സെക്കൻഡറി റീഇൻഫോഴ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? സെക്കൻഡറിയിൽ വരുന്നത് സെക്കൻഡറി റീഇൻഫോഴ്സസ് ലൈക്ക് ജോബ് അഡ്വാൻസ്മെന്റ്, recognition, praise and esteem result from previous association with the primary reinforcers. എന്താണ് സെക്കൻഡറി വരുന്നത്? നമ്മള് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ജോബ് അഡ്വാൻസ്മെന്റ് ഉണ്ടായിരിക്കണം, നമുക്ക് റെക്കഗ്നീഷൻ കിട്ടണം, ഒരു പ്രൈസ് ആൻഡ് എസ്റ്റീം ഉണ്ടായിരിക്കണം. അതായത് എന്താണ് നമുക്ക് ആ ഓർഗനൈസേഷനിൽ ഒരു നല്ല നില ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നല്ലൊരു അംഗീകാരം അതിനകത്ത് തന്നെ ലഭിക്കേണ്ടതുണ്ട് അല്ലെ? നമുക്കൊരു എസ്റ്റീം ഉണ്ടായിരിക്കണം, നമുക്ക് നല്ല രീതിയിൽ എസ്റ്റീം അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്.
Primary reinforcers must be learned in order to apply reinforcement procedure successfully. Management must select reinforcers that are successfully powerful and durable. അപ്പോ ആളുകളിൽ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരാളെ സപ്പോർട്ട് ആക്കാൻ അല്ലെങ്കിൽ ഒരാളെ ബലപ്പെടുത്താനായിട്ട് നമ്മൾ ഒരു മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന ആളാണ് ആരാ? റീഇൻഫോഴ്സർ എന്ന് പറയുന്നത്. അപ്പൊ അയാളെ എന്താണ് മാനേജ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ മാക്സിമം രീതിയിൽ എന്താണ് അയാൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പവർഫുൾ ടൂൾസ് കൊടുത്തുകൊണ്ട് എല്ലാ എംപ്ലോയീസിനെയും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു സെലക്റ്റീവ് ആയിട്ട് ഓരോരുത്തർ നമ്മൾ തിരഞ്ഞെടുക്കുക. അതായത് എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ വ്യക്തികളെ നമ്മൾ അതായത് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, ഓക്കെ, അങ്ങനെ കാറ്റഗറിയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താണ് ടോക്കറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന അത്തരം കാപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇൻഫോഴ്സേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവര് വഴി എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ ബിഹേവിയറില് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. മനസ്സിലായോ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന്? നമ്മളിവിടെ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? ഫേവറബിൾ ആയിട്ടുള്ള റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് അവരിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെന്റിൽ രണ്ട് തരം റീഇൻഫോഴ്സ് വരുന്നത് ഏതൊക്കെയാണോ? ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ വരുന്നത് നമ്മുടെ ബേസിക് നീഡ്സുകളാണ്. സെക്കൻഡറിയിൽ വരുന്നത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമുക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻസ്, പ്രൈസ് ആൻഡ് എസ്റ്റീംസ് എന്നിവയാണ്. ഓക്കെ, മനസ്സിലായോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്തായിരിക്കും? The threat of punishment is known as negative reinforcement. Negative reinforcement also serve to strengthen desired behavior response leading to the removal or termination. Negative reinforcement എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കുകയാണ് അല്ലെ? അതായത് നെഗറ്റീവ് ആയിട്ട് ആളെ നീ ഇത് ചെയ്തത് തെറ്റാണ്, ഇപ്പൊ ഒരു കഴിവില്ലാത്ത ആളായിരിക്കും, ആളെ പിന്നെയും ഫോഴ്സ് ചെയ്ത് അയാളുടെ ഒരു കഴിവ് വരെ ഇല്ലാണ്ടാക്കാനായിട്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ പറ്റുമ്പോൾ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ അങ്ങനെ ആൾക്കാർ ചെയ്യാറുണ്ട് അല്ലെ? എത്ര വർക്ക് ചെയ്താലും ചിലപ്പോൾ അയാൾക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവില്ല. പിന്നെ നമ്മളിൽ നിന്നുള്ള മോശമായ ബിഹേവിയർ മൂലം എന്താണ് അവരുള്ള കഴിവ് കൂടി ഇല്ലാണ്ടായി പോകും. അതാണ് എന്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞ ഒരു ത്രെട്ടാണ്, ഒരു ഭീഷണിയാണ്. നിനക്കത് പറ്റില്ല, നീ അത് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാറില്ല നമ്മളോട്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നിന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല, അതിലൊന്ന് വിട്ടേക്ക് എന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കാറ്റഗറീസ് ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒന്നില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ആളെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും അല്ലെ? അത്രയും നമുക്ക് ഏറ്റവും ഒട്ടും എടുക്കാൻ പറ്റാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് അത്രയും മോശമാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയാളെ ടെർമിനേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്താ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വിൻഷു മാത്രം ക്ലാസ്സിലുള്ളോ? നമ്മുടെ റിയൽ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയാറില്ലേ, ഒരു കാര്യം ചെയ്യണേക്കുമ്പോ ആരോട് പറയാൻ നിൽക്കരുതെന്ന് അല്ലെ? പറഞ്ഞു കഴിഞ്ഞത് നടക്കില്ല ചിലപ്പോ. പിന്നെ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്, അത് പറഞ്ഞ് നമ്മളിൽ നിന്ന് അത് ഇല്ലാണ്ടാക്കിയത്. അങ്ങനെയുള്ള ആൾക്കാർ അത് ശരിക്കും അതാണ് എന്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. നമ്മളെ ബലപ്പെടുത്തല്ല, നമ്മൾ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യരുതെന്ന് ഉറപ്പായിട്ട് നിർബന്ധമുണ്ട്. ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ സക്സസ് ആയി പോയാലോ അല്ലെ? അപ്പൊ അവരുടെ റോളാണ് അവിടെ പോകുന്നത്. അങ്ങനെയും ഒരു ബിഹേവിയേഴ്സ് ഉണ്ട്. ഓക്കെ, യെസ്. അടുത്തതാണ് എന്താ റീഇൻഫോഴ്സ്മെന്റിൽ ഓപ്പറന്റ് കണ്ടീഷനിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് എന്താ? എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Extinction is an effective method of controlling undesirable behavior. Extinction is an effective method of controlling undesirable behavior. എന്താണ് അൺഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറയുന്നത്? നമുക്ക് അഭികാമ്യമല്ലാത്ത പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് പറ്റാത്ത പെരുമാറ്റങ്ങൾ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിഹേവിയർ, അതായത് മോശമായിട്ടുള്ള ബിഹേവിയർ, അതായത് എന്താണ് ഒരിക്കലും അത് കാണിക്കരുത് അല്ലെ? കാണിക്കാത്ത പെരുമാറ്റങ്ങൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് എന്ത്? എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വംശനാശം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
അതായത് ഇത് ജീവിവർഗത്തിൽ മാത്രമല്ല, അതായത് നമ്മൾ പറയാറില്ല ചില ജീവികളിൽ വംശനാശം സംഭവിച്ചു അങ്ങനെ ഒരു ഇതില്ല എന്ന് പറയാറില്ല. ഇത് ജീവികളിൽ മാത്രമല്ല, മനുഷ്യരിൽ ഇതുണ്ട്. എക്സ്റ്റിങ്ഷൻ എന്നൊരു സംഭവം മനുഷ്യരിലുണ്ട്. കാരണം എന്താണ്? പെരുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഇതൊരു പെരുമാറ്റത്തിന്റെ തന്ത്രമാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. It refers to the non-reinforcement. It based on the principle that if a response is not reinforced, it will be eventually disappear. Extinction is behavioral strategy that does not promote desirable behavior but can reduce undesirable behaviors. എന്താണത്? എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ സ്ട്രാറ്റജിയാണ്. നമുക്ക് ഒട്ടും അഭികാമ്യമല്ലാത്ത പെരുമാറ്റങ്ങൾ, ഒട്ടും കാണിക്കാൻ പറ്റാത്ത ബിഹേവിയറിനെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷനിൽ നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസ് നമ്മൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ മാനേജറിനെ പോയി തല്ലാൻ പാടുണ്ടോ? ഒരു കാരണവും ഇല്ലാതെ അങ്ങനെ പോയി തല്ലി, അതൊരു മോശമായ ബിഹേവിയർ അല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ നെഗറ്റീവ് പണിഷ്മെന്റ് പോലെ തന്നെ എന്താണ്, ടെർമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എത്രയും മോശമായ ബിഹേവിയർ ഉണ്ടെങ്കിലും തന്നെ നമ്മൾ അതവിടെ കാണിക്കാൻ പാടില്ല. ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ലാത്ത പെരുമാറ്റങ്ങൾ നമ്മൾ നിയന്ത്രിച്ചേ മതിയാവും. അങ്ങനെ നിയന്ത്രിക്കാത്ത സമയത്താണ് ഇത്തരത്തിൽ അവരെ നമ്മളെ ടെർമിനേറ്റ് ചെയ്ത് മാറ്റുന്നത്, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് വിട്ടയക്കുന്നത്, ആ ജോലിയിൽ നിന്ന് നമ്മളെ പണിഷ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ. യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? പണിഷ്മെന്റ്. Punishment is a method of control employed in an organization to discourage or reduce annoying behavior of employees. ഒക്കെ കണക്റ്റഡ് ആയിട്ട് തോന്നും അല്ലെ? പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. പണിഷ്മെന്റ് നമുക്ക് രണ്ട് തരത്തിൽ വരാം അല്ലെ? പോസിറ്റീവ് ആയിട്ട് വരാം, നെഗറ്റീവ് ആയിട്ട് വരാം. ഒരാൾക്ക് ശിക്ഷ കൊടുക്കും, ഒന്നില്ലെങ്കിൽ അയാൾ നന്നാവും അല്ലെ? ഒന്നില്ലെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ എന്താണ്? അതേ വഴി തന്നെ കിട്ടും. അപ്പൊ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കൺട്രോൾ എംപ്ലോയ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു ഡിസ്കറേജ് ആൻഡ് റെഡ്യൂസ് അനോയിങ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. ഇതും എന്താണ്? ഇതും ഒരു നിയന്ത്രണ രീതിയാണ് അല്ലെ? ഒരാളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു രീതിയാണ് ഇത് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ്? മോശമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തില് അദ്ദേഹം മോശമായ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആൾക്ക് പണിഷ്മെന്റ് കൊടുക്കും. ഒന്നല്ലെങ്കിൽ സ്ഥാനം ഇറക്കും, അല്ലെങ്കിൽ ഡിമോഷൻ ചെയ്യും. ചിലപ്പോൾ ഡിമോഷൻ ചെയ്തതിന് ശേഷം എന്താണ്? ചിലപ്പോൾ ഡിമോഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അയാളെ സ്ഥാനം ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ പോയി എനിക്ക് പൈസ കിട്ടില്ല, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ എന്താണ്? നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ എന്താണ്? അയാൾക്ക് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് കിട്ടും. അയാൾ എന്താണ്? അടുത്ത സ്ഥാനക്കയറ്റിലേക്ക് മാറും. പക്ഷെ ചിലവർ എങ്ങനെയാണ്? പണിഷ്മെന്റ് കൊടുത്താൽ പോലും നന്നാവാത്ത ആൾക്കാരുണ്ട്. ഓക്കെ. ശിക്ഷ കൊടുത്താലും നന്നാവില്ല. ചിലവർക്ക് എന്താണ്? പണിഷ്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് അവരിൽ ചേഞ്ച് വരാനും അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. അതുകൊണ്ട് ഇതെന്താണ്? ഇതും ഒരു കൺട്രോൾഡ് അല്ലെങ്കിൽ നിയന്ത്രണ രീതിയുമാണ് എന്ത്? പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? മാനേജേഴ്സ് ക്യാൻ യൂസ് ഫോർ റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജി. ഇപ്പൊ മാനേജേഴ്സ്മാർ ഉപയോഗിക്കുന്ന 4 റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് ഓപ്പറന്റ് കണ്ടീഷനിൽ വരുന്നത്. ഒന്നെന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എക്സ്റ്റൻഷൻ, പണിഷ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്ത തിയറിയാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ്. വാട്ട് ഈസ് ഒബ്സർവേഷൻ? നിരീക്ഷണം അല്ലെ? നിരീക്ഷണ പഠനം എന്ന് നമുക്ക് ഇതിനെ പറയാം. നമുക്ക് പല കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിക്കാൻ പറ്റും അല്ലെ? ചെയ്യാൻ പറ്റും. അപ്പൊ വായിച്ച് പഠിച്ചതിലും കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ? നമ്മുടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കാറുണ്ട്. അതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. Observation learning results in watching the behavior of another person and appraising the consequences of that behavior. It does not require an overt response. Observation learning എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരാളുടെ പെരുമാറ്റത്തിന്റെ അനന്തരഫലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മള് ഒരാളിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കുകയാണ്. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തൊക്കെ റിസൾട്ടുകൾ ഉണ്ടായി എന്ന് നമ്മൾ നോക്കി അതിൽ നല്ല വശങ്ങൾ കണ്ടെത്തി നമ്മളത് നമ്മളുടെയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഓവേർട്ട് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല. അല്ലെങ്കിൽ എന്താണ് ഒരു ഓവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവേർട്ട് does not require an overt response. ഓവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓവേർട്ട് ചെയ്യാന്ന് പറയുന്നത് ഓവേർട്ട്
കേട്ടിട്ടില്ലേ വാക്ക? സീക്രട്ട് ആണോ? പരസ്യമായതെന്നാണോ രഹസ്യമായതെന്നാണോ? ഓവർ ബിഹേവിയർ ആണോ? കറക്റ്റ് ആണോ? പ്രത്യക്ഷമായി എന്നുള്ളതാണ് കേട്ടോ. തുറന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് വന്നത് പെട്ടെന്നാണ് നമ്മൾ ഒബ്സർവേഷനിലേക്ക് എത്തിച്ചത്. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടൊരു കാര്യം കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നത് അല്ലെ. അതായത് അതിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ വെറുതെ നടക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. എന്തോ അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ ഗേൾസിനെ സംബന്ധിച്ച് നമ്മൾ റീൽസ് കാണുന്ന സമയത്ത് നല്ലൊരു സാരിയാണ് ആ റീലിൽ എടുത്തിരിക്കുന്ന പെൺകുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റീൽ ഒന്നും കൂടി വീണ്ടും വീണ്ടും കാണും അല്ലെ, അത് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കും, അതേപോലെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും അല്ലെ. അല്ലെ, അത്ര ഭംഗിയുള്ള സാരിയൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത വീഡിയോസ് അങ്ങനെ നോക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് മാത്രമല്ല, നമ്മൾ എന്തോ അതിലുണ്ടെന്നുള്ളതിനെ മാത്രമേ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവേഷനിലാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്? when Mr. X, X ഉം Y എന്ന് പറയുന്ന രണ്ട് ആൾക്കാരാണ് കേട്ടോ, X and Y. When Mr. X observe that Y is rewarded for superior performance. അപ്പൊ X എന്ന വ്യക്തി മിസ്റ്റർ എക്സ് വൈയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വൈ ചെയ്യുന്ന പെർഫോമൻസ് നോക്കിക്കാണാണ്. അതെങ്ങനെയാണ്? നല്ല സുപ്പീരിയർ ആണ് വൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സ് എന്നതൊരു സ്റ്റഫ് ആണ്, അല്ലെങ്കിൽ വൈ എന്നതൊരു സുപ്പീരിയർ ആണ്. അദ്ദേഹം വൈന്റെ പെർഫോമൻസ് ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പെർഫോമൻസ് നോക്കാൻ കാരണം? കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? അയാളുടെ പെർഫോമൻസ് ബെറ്റർ ആണ് അല്ലെ, നല്ല പെർഫോമൻസ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അതേപോലെ എന്താണ്, അതിന് റിസൾട്ട് ഉണ്ട്, നല്ല റിവാർഡ് കിട്ടുന്നുണ്ട്, കോമ്പൻസേഷൻസ് ഉണ്ട്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ തരം ആറ്റിറ്റ്യൂഡും അയാളിൽ നിന്ന് ആർക്ക് നോക്കിക്കാണാം? എക്സിന് നോക്കിക്കാണാം അല്ലെ. അതായത് വൈ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സ് ലേൺ ദ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ് വിത്തൗട്ട് ആക്ച്വലി ഒബ്റ്റെയിൻ ദ റിവാർഡ് ഹിംസെൽഫ്. അപ്പൊ എക്സ് നോക്കിക്കാണുന്നത് എന്താണ്? അയാളുടെ പെർഫോമൻസ് അല്ല അവിടെ നോക്കുന്നത്. പെർഫോമൻസിനേക്കാൾ മേലെ എന്ത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് അയാൾക്ക് ആ റിവാർഡും പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്താണ് അവിടെ ചെയ്യുന്നത്, അതിലാണ് അല്ലെ, കണ്ടന്റ് ആണ് അദ്ദേഹം നോക്കുന്നത്. പെർഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അതിനകത്തൊരു ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ മുമ്പായിട്ട് എന്തൊക്കെയോ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കൂടെയുള്ള ഒരാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നമ്മൾ അയാളെ നോക്കാറില്ലേ? നോക്കൂല അല്ലെ. എങ്ങനെയാണ്, എന്ത് സ്ട്രാറ്റജിയാണ് ഇവൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവൻ പഠിക്കുന്നത്, എത്ര സമയം പഠിക്കുന്നത് നമ്മളൊന്ന് നോക്കും അല്ലെ. യെസ്, അപ്പൊ ആളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലെ. അയാളുടെ റിലേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതാണല്ലോ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ലേണിംഗ് plays a critical role in modifying behavior in an organization. അപ്പൊ ഇതൊരു അത് പഠിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു മറ്റൊരു തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഒബ്സർവേഷൻ ലേണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റൊരാളെ പോലെ തന്നെ മികച്ച രീതി പിന്തുടരാനും സാധിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് അധികം കഴിവില്ല എന്നായിരിക്കാം, പക്ഷെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അയാളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അയാളെ. അപ്പൊ അത് നമുക്ക് നോക്കി കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇതുപോലെ ചെയ്തില്ല, അപ്പൊ നമ്മളത് ട്രൈ ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പൊ ഒരാൾ ട്രൈ ചെയ്ത് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യണമെങ്കിൽ എന്താണ്, ഓർഗനൈസേഷൻ ബെറ്റർ ആവില്ലേ, നല്ല സക്സസിലേക്ക് എത്താൻ പറ്റില്ലേ? ഓക്കെ, മനസ്സിലായോ? ഇനിയും ഉദാഹരണങ്ങൾ ഇല്ല കേട്ടോ പറയാൻ, കുറെ പറഞ്ഞു തന്നു. എന്ത് കാര്യത്തിലാണെങ്കിലും കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഒബ്സർവേഷൻ ലേണിംഗ്. ഒരാളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് അയാളിൽ നിന്നുള്ള കാര്യങ്ങള് നിരീക്ഷണത്തോടെ പഠിക്കുന്നതാണ് ഇത് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ കോഗ്നിറ്റീവ് ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗ് വൈജ്ഞാനിക പഠനം. വൈജ്ഞാനിക പഠനം അത് കുറച്ചുകൂടി ഇച്ചിരി തലക്കകത്ത് എന്തെങ്കിലും വേണം അല്ലെ. ഈ കോഗ്നിറ്റീവ് ലേണിംഗ് ഉണ്ടാവണമെങ്കിൽ ഒന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചിട്ടാണ്. The main focus is on understanding how events and objects are connected. ഈ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വസ്തുക്കൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നതാണ്, അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഓരോ ഇവന്റ്സ് ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളിത് പഠിക്കുന്നത്. കുറച്ചുകൂടി എളുപ്പമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്?
Most of the learning that makes places in the classroom is cognitive learning. നമ്മുടെ ക്ലാസ്സിലെല്ലാം നമ്മുടെ സ്കൂൾ അറ്റ്മോസ്ഫിയർ ക്ലാസ് അറ്റ്മോസ്ഫിയറിലൊക്കെ എന്താണ് നടക്കുന്നത്? വൈജ്ഞാനിക പഠനമാണ് നടക്കുന്നത്. നമുക്കൊരു ആക്ടിവിറ്റീസ് തന്നിട്ട് ഒരു ആക്ടിവിറ്റി തരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം, അത് ചെയ്ത് എന്ത് റിസൾട്ട് ഉണ്ടാകും അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഡിബേറ്റ് കൊടുത്താൽ ഡിസ്കഷൻ കൊടുത്താലൊക്കെ എന്താണ്, കുട്ടികള് അവരുടെ അഭിപ്രായങ്ങൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്തിട്ടാണ് അതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. അവിടേക്ക് എന്താണ് ഒരു വൈജ്ഞാനികമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരെ ചിന്തിച്ചിട്ടാണ് അവിടെ പഠനം സ്വായത്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? Cognitive learning is important because it is to increase the change that learner will do the right thing in the first time without going through a lengthy operant conditioning process. Cognitive learning എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ, മെമ്മറി അല്ലെങ്കിൽ ഇമോഷൻസ് ഇത്തരത്തിലുള്ള മാനസിക പ്രക്രിയയുടെ അറിവും ഗ്രാഹ്യവുമായിട്ടുള്ള പ്രക്രിയയിൽ നമ്മൾ നടക്കുന്ന മെമ്മറി പവേഴ്സ് അല്ലെങ്കിൽ അറ്റൻഷൻ, ശ്രദ്ധ, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്? കോഗ്നിറ്റീവ് ലേണിംഗിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് അറ്റൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുള്ളൂ, അറ്റൻഷൻ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ മെമ്മറി എന്തിനാണ്, ഓർമ്മ എന്തിനാണ്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ്. എന്താ ഇതെല്ലാം? ഈ ബുദ്ധിപരമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. നമ്മുടെ പഠനം തന്നെ എങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്ന പഠനം തന്നെ കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. വൈജ്ഞാനിക പഠനത്തിലൂടെയാണ് നമ്മളെല്ലാവരും പഠിക്കുകയും ചിന്തിക്കുകയും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, ഓർത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിൽ നടക്കുന്നത്? കോഗ്നിറ്റീവ് ലേണിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മളിൽ നടക്കുന്നത്. ഓക്കെ, ഇവിടെ കോഗ്നിറ്റീവ് ലേണിംഗിന്റെ പിതാവിനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ജീൻ പിയാഷെ ആണ് നമ്മുടെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. യെസ്, ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് നമ്മളിപ്പോ 4 തിയറീസിലൂടെയാണ് കടന്നു പോയത്. പ്രധാനമായിട്ട് ഇതെല്ലാം എന്ത് തിയറീസ് ആണ്? ലേണിംഗ് തിയറികളാണ് അല്ലെ. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറന്റ് കണ്ടീഷനിങ്, ഒപ്പറന്റ് തിയറി, പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഒബ്സർവേഷൻ ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഇതെല്ലാം എന്ത് തിയറീസ് ആണ്? ലേണിംഗ് തിയറീസ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് എന്തിനാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ലേണിംഗ് തിയറീസ് കൊണ്ടുവരുന്നത്? അപ്പൊ ഇത്രയും തിയറികൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക്? ലേണിംഗ് തിയറി ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഈ തിയറിയൊക്കെ ഈ ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതിന് ഈ തിയറികള് ഉണ്ട് അല്ലെ. ഈ തിയറിയുടെ പല ഭാഗങ്ങളും തന്നെയാണ് മനുഷ്യന്റെ പെരുമാറ്റത്തിൽ വരുന്നത് അല്ലെ. പല ഭാഗങ്ങളും മനുഷ്യന്റെ പെരുമാറ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, the significance of learning theories in explain and predicting organization behavior is minimal. This does not mean that learning theories are tolerably irrelevant. Learning concepts provide a basis for changing behavior that are unacceptable and maintaining those that are acceptable. അപ്പൊ ഈ ലേണിംഗ് തിയറീസിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സ്വീകാര്യമല്ലാത്ത പെരുമാറ്റത്തെ മാറ്റാനും നല്ല പെരുമാറ്റത്തിനെ ഫോഴ്സ് ചെയ്യാനും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് നല്ല റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇത്തരം തിയറീസ് കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമാണ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജേഴ്സിനൊക്കെ എന്താണ് ഇത്തരം തിയറീസിന്റെ അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈനാമിക് നേച്ചറുള്ള ഇത്തരം മനുഷ്യരെ ഇത്തരം സ്റ്റാഫുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറിനെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അവരിലൊക്കെ എന്തെല്ലാം വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഇത്തരം തിയറികളൊന്നും എന്താണ് ഇറലവന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. റെലവന്റ് ആയിട്ടുള്ള തിയറികൾ തന്നെയാണ്. യെസ്, learning concept provide a basis for changing behavior that unacceptable and maintaining those that are unacceptable. Then
when individuals participate in different form of dysfunctional behavior. ഡിസ്ഫങ്ഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഈ ലേണിംഗ് തിയറീസ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഡിസ്ഫങ്ഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരാള് ലേറ്റ് ആയിട്ട് വർക്കിന് വരുന്നു, ഒരാള് ജോലിക്ക് 10 മണിക്ക് വരേണ്ട ആള് 11 മണി 12 മണിക്ക് വരുന്നു. അതേപോലെ ഡിസൊബേ ഓർഡർ, അടുത്ത ഓർഡേഴ്സ് ഒക്കെ നിഷേധിക്കുന്നു, പുവർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതാണ് എന്താ ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങള് The manager will attempt to educate more functional behaviors. അപ്പൊ ഇങ്ങനെ ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പെട്ടെന്ന് ആദ്യ ദിവസം തന്നെ നമ്മൾ പിരിച്ചുവിടാണോ ചെയ്യുന്നത്? അല്ല. എന്താ ചെയ്യുന്നത്? അവർക്ക് എന്ത് കൊടുക്കും? നമ്മള് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽസിനെ നല്ല രീതിയിൽ അവരെ മോട്ടിവേഷൻസ് കൊടുക്കും, അവർക്ക് വേണ്ട റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, പലതരത്തിൽ പരിശീലനങ്ങൾ കൊടുത്തിട്ട് എന്താണ് അവർ അതിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ലേണിംഗ് തിയറിയിൽ നിന്ന് കടമെടുത്തിട്ടിരിക്കുന്ന ഓരോ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? അപ്പൊ ഡിസ്ഫങ്ഷണൽ ആയിട്ട് ഒരു ബിഹേവിയർ ഒരു എംപ്ലോയി കാണിക്കുകയാണെങ്കിൽ അയാൾ ഉടനടി നമ്മൾ അവിടെ നിന്ന് പിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ട റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് അവരെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അവരെ മാറ്റി കുറച്ചുകൂടി ഫങ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർ, പ്രവർത്തനക്ഷമമായിട്ടുള്ള ആൾക്കാരാക്കി മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ലേണിംഗ് തിയറീസ് നമുക്ക് ഉപകാരപ്രദമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഓക്കെ, യെസ്, മനസ്സിലായോ ഈ ആദ്യത്തെ പാരാഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങള്? യെസ്. Learning theory can also offer a specific principles for conditional organization behavior. Learning theory can also offer a specific principle for conditional organization behavior. നമ്മള് ഓരോരുത്തരെയും നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിലും ഓപ്പറന്റ് കണ്ടീഷനിലും എന്താണ് പഠിച്ചത്? ഓരോ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ മാറ്റിയെടുക്കാന്നാണ്, അല്ലെ? പട്ടിയിലായാലും പൂച്ചയുടെ എലിയിലാണെങ്കിലും എന്താണ് എങ്ങനെ നമ്മള് പ്രാക്ടീസ് കൊടുത്തത് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? അപ്പൊ എന്താണ് ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് ഇത്തരം തിയറിയിലൂടെ കണ്ടീഷണൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ലേണിംഗ് തിയറീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? ഒരാളുടെ ഒരു മോശമായ ബിഹേവിയർ ഉണ്ടായി അതൊപ്പാടെ നമുക്ക് എന്താണ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. പലതരം സിസ്റ്റത്തിലൂടെ റിവാർഡ് സിസ്റ്റം, കോമ്പൻസേഷൻ, റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ഇതൊക്കെ കൊടുത്ത് എന്താണ് ഇവരെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പ്രാക്ടീസ് കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. മാനേജേഴ്സ് നോ that individual capable for turning out superior performance must be given more reinforcement than those with average low performance. അപ്പൊ മാനേജർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ലോ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർ ആരാണ്, അല്ലെ? അല്ലെങ്കിൽ ആർക്കൊക്കെയാണ്. ഇപ്പൊ ഒരാള് പെർഫോമൻസ് കണ്ടാൽ അറിയാൻ പറ്റില്ല ഇയാളെ പഠിക്കുന്ന ആളല്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ മനസ്സിലാവും, അല്ലെ? ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ളവരെ മാനേജർമാർ കൃത്യമായിട്ട് കണ്ടെത്തുകയും എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് അവരതിൽ നിന്ന് അവർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഉടനടി നമ്മൾ അവരെ റിമൂവ് ചെയ്യല്ല ചെയ്യുന്നത്. അവർക്ക് വേണ്ട റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് അവരതിൽ നിന്ന് എന്താണ് ഓർഗനൈസേഷനിലെ മികച്ച ആൾക്കാരാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, യെസ്. അതായത് ലോ പെർഫോമൻസും ആവറേജ് പെർഫോമൻസും കാഴ്ചവെക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയതിനു ശേഷം അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് ഓർഗനൈസേഷന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? എന്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്? ഈ ലേണിംഗ് തിയറീസിന്റെ കോൺസെപ്റ്റുകൾ സ്വീകരിച്ചു കൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി മാനേജേഴ്സ് ക്യാൻ സക്സസ്ഫുള്ളി യൂസ് ദ ഓപ്പറന്റ് conditioning clauses to control and influence the behavior of employees by manipulating his reward system. Control and influence the behavior of employees by manipulating its reward system. ഇനി അപ്പോ എല്ലാ മാനേജേഴ്സിനും ലേണിംഗ് തിയറീസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും കൃത്യമായിട്ട് മനുഷ്യന്റെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം രീതികൾ പ്രത്യേകിച്ച് റിവാർഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്ന റിവാർഡ് സിസ്റ്റം നമുക്കറിയാലോ, കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം ആക്ഷൻ ആണ് റിവാർഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തെ ഒരാളുടെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ആക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഈ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. റിവാർഡിൽ എന്തൊക്കെ കൊടുക്കുന്നു? റിവാർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെ? നമുക്ക് എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തതിൽ നമ്മൾ ഓക്കെ, ബെസ്റ്റ്, ഗുഡ്, വെരി ഗുഡ്, വെൽ ഡൺ അല്ലെങ്കിൽ എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളൊന്ന് പൊന്തും, അല്ലെ? അല്ലെങ്കിൽ എന്താണ്
നമുക്ക് ഭയങ്കര ഹാപ്പി ആവും അല്ലെ. പിന്നീട് നമ്മൾക്കത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി നമ്മൾ എന്താണ് പ്രചോദിതരാവുകയാണ്, മോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പൊ അത് തന്നെയാണ് എന്താ റിവാർഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും റിവാർഡ് സിസ്റ്റം എന്തിനാണ് ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ മാനേജേഴ്സ് എല്ലാ മാനേജേഴ്സും എന്താണ് ഈ ഒരു രീതി തന്നെയാണ്, ഈ ലേണിംഗ് തിയറീസിന്റെ ഭാഗങ്ങളാണെന്ന് സ്വീകരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മളിപ്പോ 4 തിയറീസ് പഠിച്ചു. എന്തിനാണ് ലേണിംഗ് തിയറീസ് ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ ആണോ നിങ്ങള്? അപ്പൊ ഈ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ഇതിന്റെ ബെനഫിറ്റ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്നതിന്റെ ബെനഫിറ്റ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, എന്തൊക്കെയാണ് ഇൻക്രീസ്ഡ് എംപ്ലോയീസ് എൻകറേജ്മെന്റ്, ഓരോ എംപ്ലോയീസിന്റെ എൻകറേജ്മെന്റ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ഒരു വ്യക്തിയെ നമ്മൾ പല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ആ വ്യക്തിത്വത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നത്, അവരുടെ പേഴ്സണാലിറ്റി തന്നെ എന്തുണ്ടാവുന്നു വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത് അല്ലെ. അവരെ നല്ല ബിഹേവിയർ ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഈ ലേണിംഗ് തിയറീസ് നമ്മൾ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് മറ്റെന്താ കിട്ടുന്നു, കമ്പനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു, ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ബിസിനസ്സിൽ എന്തുണ്ടാവുന്നു പ്രോഫിറ്റ്സ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കും. അതേപോലെ തന്നെ എന്താണ് എഫക്റ്റീവ് ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ. നല്ല പെരുമാറ്റമുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. നല്ലൊരു വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് യെസ്. അപ്പൊ ഇത്തരം ലേണിംഗ് തിയറീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പെരുമാറ്റത്തെ മാറ്റിയെടുത്തുകൊണ്ട് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെന്താണ്, അപ്പൊ വർക്കിംഗ് എൻവയോൺമെന്റ് നല്ലതാവുമ്പോൾ തന്നെ നമ്മുടെ പരിസ്ഥിതി നല്ലതാവുമ്പോൾ തന്നെ നമ്മളൊന്ന് എങ്ങനെയായി മാറും, എംപ്ലോയീസിന് ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. എല്ലാ എംപ്ലോയീസിനും ഗ്രോത്ത് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും, എൻകറേജ്മെന്റ് ഉണ്ടാവും, കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ പെർഫോമൻസുകൾ നല്ല രീതിയിൽ അവർക്ക് കാഴ്ചവെക്കാനും സാധിക്കും. അതാണ് ലേണിംഗ് തിയറീസ് കൊണ്ട് ഓർഗനൈസേഷൻസിനുള്ള ഒരു ബിഹേവിയർ ഒരു ലേണിംഗ് തിയറീസ് കൊണ്ട് ഓർഗനൈസേഷനുള്ള ബെസ്റ്റ് എന്താ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് തിയറീസ് എന്തുകൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്, എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേണിംഗ് തിയറീസുകൾ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. എല്ലാ തിയറി ഒന്ന് ബ്രീഫായിട്ട് പറയണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് വെറുതെ പറഞ്ഞു പോകാം. നമ്മള് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയില് ഇവാൻ പാവ്ലോ ആണ് അല്ലെ, ഇവാൻ പാവ്ലോ ആണത് കൊണ്ടുവന്നത്. ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയില് അല്ലെ. അത് അദ്ദേഹം ഒരു നായയിലാണ് ആ പരീക്ഷണം നടത്തിയത്. ഓക്കെ, യെസ്. പരീക്ഷണം ഒന്നുകൂടി പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ത്രോൺസ് ഇതിനെ പറഞ്ഞത് ലോ ഓഫ് എക്സസൈസ് എന്നാണ്. കാരണം ലോ ഓഫ് എക്സസൈസ് എന്നിവിടെ സൂചിപ്പിക്കുന്ന എന്താണ്, ഒരു പട്ടികയില് നമ്മൾ നിരന്തരമായിട്ട് പരീക്ഷണം, നിരന്തരമായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ കൊടുത്തിട്ടാണ് ആളിൽ നിന്ന് എന്തുണ്ടാക്കിയെടുത്തത്, ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, യെസ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളത് ഓർഗനൈസേഷൻ. ഇപ്പൊ ഓർഗനൈസേഷൻ മോശമായിട്ട് ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ആളെ കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് നിരന്തരം എക്സസൈസ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ തിയറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിരന്തരം എക്സസൈസ് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് അയാളുടെ ബിഹേവിയറിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ
ഒപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത് എന്താണ്? ഒപ്പറന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിലെ ഒരാളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അല്ലെ. നമുക്ക് റിവാർഡുകൾ കൊടുത്ത്, പണിഷ്മെന്റ് കൊടുത്ത്, റീൻഫോഴ്സ് ചെയ്ത നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുത്ത്, എക്സ്റ്റൻഷൻ കൊടുത്ത്, അല്ലെങ്കിൽ പിന്നെന്താണ് പണിഷ്മെന്റ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് മാറ്റിയെടുക്കുക. ഇതൊക്കെ ബിഹേവിയറിനെ മാറ്റിക്കൊണ്ടെടുക്കുന്ന പ്രോസസ്സാണ് ഇതെല്ലാം. ഈ തിയറീസിലെല്ലാം പറയുന്നത് എന്താണ്? ഒരാളുടെ മോശമായ സ്വഭാവത്തിലേക്ക് പിന്നെയും പ്രൊമോട്ട് ചെയ്യുന്നതാണോ നമ്മൾ ഇത്രയും പഠിച്ചത്? അല്ല, അല്ലെ? ഒരാളെ കണ്ടീഷനിങ് ചെയ്തെടുക്കാൻ, അല്ലെ, അയാളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എല്ലാ തിയറിയിലും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, യെസ്, വോളണ്ടറി ബിഹേവിയർ. പിന്നെ ഒബ്സർവേഷനിലാണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ത്രൂ ഇവിടെ ലേണിംഗ്, പഠനം ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ ഒബ്സർവേഷൻ, അല്ലെ? പഠനം ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഒബ്സർവേഷനിലൂടെയാണ്, നിരീക്ഷണത്തിലൂടെയാണ് ഒരാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആളുടെ പോസിറ്റീവ് റിലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം അതിൽ നിന്നുള്ള നല്ല ക്വാളിറ്റീസ് നമ്മൾ ഒബ്സർവ് ചെയ്തെടുത്തിട്ട് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറ്റൻഷൻ, മെമ്മറി, ഇതൊക്കെ നമ്മളിൽ തിങ്കിങ് പവേഴ്സ്, ഇതൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തവരാണെങ്കിൽ, അറ്റൻഷൻ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ അവരെയൊക്കെ ആ ഒരു രീതിയിലേക്ക് പരിമപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ് ഉപയോഗിക്കുന്നത്. യെസ്. ദെൻ ലേണിംഗ് തിയറീസ് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ലേണിംഗ് തിയറീസിന്റെ ഭാഗമായിട്ട് നമുക്ക് എംപ്ലോയീസിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ലോ പെർഫോമൻസും ആവറേജ് പെർഫോമൻസും കാണിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മോഡിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇൻ കേസ് ഇനി പിന്നെ പറയുന്നത് എന്താണ്? യെസ്, അതേപോലെ റിവാർഡ് സിസ്റ്റം കൊടുത്തുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ലേണിംഗ് തിയറീസിലെ എല്ലാ പ്രിൻസിപ്പിൾസും തന്നെ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ബിഹേവിയറിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ലേണിംഗ് തിയറീസ് ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതിന് കാരണം ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ ലേണിംഗ് തിയറീസുകൾ പഠിക്കുന്നത്. ഓക്കെ, ഒരാളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കണം, അല്ലെ? ഒരാളുടെ മോശമായ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരാളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ലേണിംഗ് തിയറീസിലൂടെ നമുക്ക് സാധ്യമാണ്. ഓക്കെ, യെസ്, മതിയാ? ബോറടിക്കണ്ടോ? ഇനി നിങ്ങൾ ഓൾറെഡി ആറ്റിറ്റ്യൂഡ് എന്നൊരു ഭാഗം പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു, അല്ലെ? ആറ്റിറ്റ്യൂഡ് പഠിച്ചല്ലേ? യെസ്. അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി ഇവിടെ വരുന്നുണ്ട്. സ്കിപ്പ്. ആറ്റിറ്റ്യൂഡ് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. അറിയാലോ, ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവമാണ്, അല്ലെ? ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി. നമുക്ക് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ്, ടേസ്റ്റ് ഒക്കെയാണ് അഭിരുചി എന്ന് പറയുന്നത്. അപ്പോ ഒരു ഓർഗനൈസേഷനില് ആറ്റിറ്റ്യൂഡിന് പ്രാധാന്യമുണ്ടോ? ഉണ്ട്, അല്ലെ? Attitudes of both employees and management influence each other and shape their mutual relationships. അല്ലെ, നമ്മുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്സുകൾ പോകുന്നത്, അല്ലെ? അത് വീട്ടിലാണെങ്കിലും കമ്പനീസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ തന്നെയാണ് എന്താ ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നത്, അല്ലെ? നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് എടുക്കപ്പെടുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് നമ്മളോട്, ഞാൻ ഈ വർക്ക് കുറച്ച് അരമണിക്കൂറിൽ ചെയ്തു തീർക്കണം. ഈ വർക്കോ ഈ അരമണിക്കൂറോ എനിക്ക് ചെയ്യാൻ പറ്റില്ല സാർ, ഞാൻ ചെയ്യില്ല. നമ്മൾ പറയും അങ്ങനെ? അത് നമ്മുടെ ഓഫീസിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പറ്റിയ ഒരു ആറ്റിറ്റ്യൂഡാണോ? അല്ല. യെസ് സാർ, ഞാനത് ചെയ്യാം, അല്ലെ? യെസ് സാർ, ഞാനത് ട്രൈ ചെയ്യാം. പറ്റില്ലെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യാം. ഒരു അപ്പോളജൈസും കൂടി വേണം. നമ്മളൊരു മര്യാദയോട് ഗുഡ് മാനേഴ്സ് കൂടി അവിടെ മിക്സ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? മാനേഴ്സ്, നല്ലൊരു മര്യാദ കൂടി നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയിലാണ് പല കാര്യങ്ങളും നമ്മൾ അവിടെ ഇപ്പൊ ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയില്ല, അല്ലെ?
എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനത് ചെയ്യില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതോ ഇത്ര സമയത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, സാറ് വേണമെങ്കിൽ ചെയ്തു നോക്കുന്നു പറയും അല്ലെ, എനിക്ക് പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ മാറ്റിയെടുക്കണം അല്ലെ. അങ്ങനെയൊക്കെ ഉള്ളവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയറീസ് പഠിക്കുന്നത്. ഓക്കെ. Attitudes that is understanding or learning why employees feel and act the way they do help supervisors in winning cooperation from them. Therefore, it is a very essential for the effective functioning of the organization. ഈ മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് സുപ്പീരിയേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നത്, അത് തന്നെയാണ് അവിടെയാണ് ശരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണുന്നത് അല്ലെ. നമ്മളെ മുതിർന്ന നമ്മുടെ ഹെഡ് ഓഫ് ദ പൊസിഷനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെ അവിടെ കൂടെയുള്ള മറ്റ് കൊളീഗ്സിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ. പക്ഷെ നമ്മുടെ നിലപാടുകൾ വ്യക്തമായിരിക്കണം, വ്യക്തമായി പറയാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയുന്ന രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരാണ് നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയുന്നത് അല്ലെ, നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെന്ന് പറയുന്നത്. നല്ല അഭിരുചി അല്ലെങ്കിൽ മനോഭാവമുള്ള എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷൻ എന്താണ് എഫക്റ്റീവ് ആയിട്ട് അവരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്തവരെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്തവരെ നീക്കം ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഒട്ടും യോജിക്കാൻ പറ്റാത്തവരെ മാത്രമാണ് നമ്മൾ മാറ്റി ഓർഗനൈസേഷനിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Attitudes, both employees and management influence each other and shape their mutual relationships. Underline ചെയ്യാട്ടോ. Yes. From a personal perspective, attitudes provide a knowledge base to prepare our mental state for our interaction with others and with the world around us, which directly affects the organization working. In personal perspective, നമ്മള് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് അല്ലെ. മെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ സ്റ്റേറ്റ് ആറ്റിറ്റ്യൂഡ് വരാൻ കാരണം നമുക്ക് എത്രത്തോളം കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, അതിൽ നിന്നുമാണ് പല രീതിയിലും ആറ്റിറ്റ്യൂഡ്സ് പുറപ്പെടുന്നത് അല്ലെ. ഇൻ കേസ് അപ്പൊ പറയും നോളജ് ഇല്ലാത്തവരും ആറ്റിറ്റ്യൂഡ് ഇല്ലേ എന്ന് ചോദിക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ പക്ഷെ കുറച്ചും കൂടെ അറിവുള്ള ഒരു വ്യക്തിക്ക് കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും അല്ലെ. ഏതൊക്കെ നമുക്ക് അറിയാം, നമുക്ക് എവിടെയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാതിരിക്കുന്നില്ലേ, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നറിയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് കേട്ടിരിക്കണം, അല്ലെങ്കിൽ സംശയം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അനുവദനീയമായ സമയം ആ സമയത്ത് മാത്രം നിങ്ങൾ പ്രതികരിക്കും അല്ലെ. അല്ലാത്ത സമയത്ത് എന്താണ്, നിങ്ങളത് കേട്ടിരിക്കണം. അതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ സ്റ്റുഡന്റ് ബിഹേവിയർ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു സെൻസ് ഉണ്ട് അല്ലെ, ഒരു കോമൺ സെൻസ് ഉണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരിൽ ഇന്ററാക്ട് ചെയ്യണം. ടീച്ചറോട് ഇന്ററാക്ട് ചെയ്യുന്നത് വീട്ടിൽ അമ്മേനോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെയാണോ? ആണോ? അല്ല. യെസ്, ഹസ്ബൻഡിനോട് റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനോട്. അങ്ങനെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുന്നത് ഓരോരുത്തരെ വ്യത്യസ്തമായിട്ട് നമ്മൾ തിരിച്ചിട്ടാണ് അല്ലെ കാറ്റഗറൈസ് ചെയ്യുന്നത്. വീട്ടിലുള്ളവരോട് നമ്മൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. എങ്ങനെ വേണമെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യാം അല്ലെ. എങ്ങനെ മീൻസ് മര്യാദക്ക് അല്ലെ, മര്യാദക്ക്. പക്ഷെ ഒരു പബ്ലിക് പ്ലേസസിലോ അല്ലെങ്കിൽ ഒരു പൊതുകൃത്യത്തിലൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസിൽ എങ്ങനെ നമ്മൾ അവിടെ, പ്രത്യേകിച്ച് നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും. അങ്ങനെ ധാരണ ഇല്ലാത്തവരാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇല്ലാന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടുമായി ഇടപെടാനായിട്ട് അറിയില്ല, ഒരു ഇന്ററാക്ഷൻ ഇല്ല അവർക്ക്. ഇന്ററാക്ഷൻ മീൻസ് എങ്ങനെ ആരോട് എന്ത് പറയണം, എന്ത് തോന്നിയവാസം പറയാന്നുള്ളതല്ല ആറ്റിറ്റ്യൂഡ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കണം, വ്യക്തമായിട്ട് അഭിപ്രായപ്പെടാൻ കഴിയണം നമുക്ക്. യെസ്, അപ്പോ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി മാനേജിംഗ് ഡയറക്ടറും, അല്ലെങ്കിൽ മൊത്തം ഒരു ഓർഗനൈസേഷൻ കമ്പനി മുഴുവനും നമ്മൾ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓക്കെയാണ്. അതെല്ലാം നമുക്ക് ഇറിറ്റേറ്റഡ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ
ഒരു കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്താണ്, അത് നമ്മളെ നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ട് നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നമുക്ക് അവിടെ എങ്ങനെയൊക്കെ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്, ബെസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ നമുക്ക് മോശമായ ബിഹേവിയർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ഒരിക്കലും അവിടെ കാണിക്കരുത് അല്ലെ. പ്രത്യേകിച്ച് ഒരു പൊതുബന്ധത്തിൽ നമ്മളത് കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫാമിലി ഉള്ളത് അല്ലെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. ആ ഒരു സമയത്ത് അവിടെയും നമ്മൾ ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട് അല്ലെ. ഫാമിലി ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ എന്താണ്, തോന്നിവാസം ഒക്കെ പറയാമോ എപ്പോഴും, തോന്നിവാസം തോന്നിയതുപോലെയൊക്കെ പറയുമ്പോൾ അവിടെയും കാണിക്കണം ഒരു മാനേഴ്സ് വേണം അല്ലെ. നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ആ ഒരു സൗഹൃദം വരെ അവിടെ നിലനിൽക്കുള്ളൂ അല്ലെ. മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, അവരോട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ ഓർഗനൈസേഷൻ നമ്മുടെ ഗുഡ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗുഡ് ബിഹേവിയർ ആണ് കാണിക്കുകയാണെങ്കിൽ എന്താണ്, യെസ്, നമ്മൾ അവിടെ ഒരു നല്ലൊരു പെർഫോമർ ആയിട്ട് മാറുകയും ചെയ്യും. ഓരോ ഓർഗനൈസേഷന് നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായി മാറുകയും ചെയ്യണം. എന്തുള്ളതുകൊണ്ട്, നല്ല ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ. ഓക്കെ, ഓക്കെ, യെസ്, അവിടെ വഴി എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, വേറെ കാര്യം ചോദിക്കാം. നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ എന്താണോ? നാളെ 5:15 കഴിഞ്ഞാണല്ലേ? ഓക്കെ, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അറിയില്ല കേട്ടോ, വൈകിട്ട് ഇൻഫർമേഷൻ വരും എന്തായാലും. ഓക്കെ, അപ്പോ വേറൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചർ, നമ്മൾ ഇതുവരെ തന്ന ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളില്ലേ, ഇതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയോ? അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയെങ്കിൽ അത് 2-3 പ്രാവശ്യം ഒന്നും കൂടി വായിച്ചു നോക്കുക കേട്ടോ, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോകും, കൃത്യമായിട്ട് അത് കിട്ടും. ഓക്കെ, അത് തന്നെ നന്നായിട്ട് പഠിക്കുക. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡിപ്ലോമക്ക് കിട്ടിയതുപോലെ ആണോന്ന്, ഏകദേശം അങ്ങനെ ഇരിക്കുള്ളൂ. അതൊന്നും ഇവിടുന്ന് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയുന്നത് കൂടി ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. നാളെ ആരെയും അറിയില്ല ക്ലാസ് ഉണ്ടാവുമെന്ന്. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് മിക്കതും ഉണ്ടാവും അല്ലെ, നമുക്ക് എങ്ങനെ ഓഫ്ലൈൻ അല്ലല്ലോ. ആ, എന്തായാലും ഓണം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം, പഠിക്കണ്ട. ഓക്കെ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ആയിക്കോളൂ കേട്ടോ, ലെഫ്റ്റ് ആയിക്കോളൂ.